മാന്യ പ്രേക്ഷകർക്ക് കണ്ണൂർ വിഷൻ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്രസൻസ് ടിക്ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഔട്ട്ലെറ്റിലാണ്. ഒരുപാട് ഓഫേഴ്സ് പുതുവത്സരത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഗ്രീൻസ് ഈ എല്ലാ ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ്. പകുതി വിലയും അതുപോലെ തന്നെ ഇത്ര പെർസെൻറ്റേജ് വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 രൂപയുടെ മെഗാ സേവർ ഓഫറാണ്. 65 രൂപയുടെ സാധനങ്ങളാണ്. നമ്മുടെ നല്ല ടൊമാറ്റോ സോസൊക്കെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ സോസൊക്കെ ഉണ്ട്. അത് നോർമൽ റേറ്റ് എന്നത് 120 രൂപയാണ്. എന്നാൽ ഈ ഓഫർ പ്രൈസിൽ കിട്ടുന്നത് 65 രൂപയാണ്. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലും ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഈ ഒരു ഓഫേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വളരെ മനോഹരമായിട്ട് കുറച്ച് ക്വസ്റ്റ്യനുമായിട്ട് ടിക്ടോക്കിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായ സമ്മാനം കുറച്ച് കണ്ടസ്റ്റൻ്റൊക്കെ കൊടുക്കണം. ഓക്കെ, നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയുണ്ട്. കുറേ ഓടി നടന്നു, ആരെയും കണ്ടെത്തിയില്ല. അപ്പോൾ ഇന്ന് കസ്റ്റമേഴ്സ് ഇവിടെ കുറവാണെന്ന് തോന്നുന്നു, മനസ്സിലായില്ലേ. സാധാരണ രീതിയിൽ ന്യൂ ഇയർ സമയത്തൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ വെക്കേഷനിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കസ്റ്റമേഴ്സാണ് നോർമലി എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും. ലൈക്ക് നമ്മുടെ ഇതിൽ ഗ്രീൻസിലൊക്കെ ഉണ്ടാവാറ്. ഇന്ന് കുറച്ച് ആൾക്കാർ കുറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പേര് പറയും. എത്ര ക്ലാസ് എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കാസർഗോഡ് പഠിക്കും. കാസർഗോഡ് പഠിക്കണം. ഏതിനാണ്? BA SLP. ഓക്കെ, അടിപൊളി. അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആണല്ലേ. എന്താണ് ഈ ശ്രവണ അതല്ലേ അല്ലേ? എന്താണ് അത് അങ്ങനെ ഒരു ചൂസ് ചെയ്യാൻ കാരണം? സയൻസാണ് +2 ചെയ്തല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? എങ്ങനെയുണ്ട്? ഷെഹസ അല്ലേ? ഷെഹസ. ഓക്കെ, ഉമ്മയുടെ പേരെന്താ? വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ ഇപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും ഇവിടെയാണ് പഠിക്കുന്നത്? കണ്ണൂരിലാണ്. കണ്ണൂർ ഏത് കാസർഗോഡ്? കാസർഗോഡാണ് സ്വദേശം പഠിക്കുന്നത്? അല്ല, ഞാൻ കാസർഗോഡാണ് പഠിക്കുന്നത്. ഓക്കെ, കാസർഗോഡാണ് പഠിക്കുന്നത്, കണ്ണൂരാണ് സ്വദേശം. ഓക്കെ, കാസർഗോഡ് ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ട്? മാർത്തോമ കോളേജ്. എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻസിൻ്റെ ഒരുപാട് ഓഫേഴ്സൊക്കെ പുതുവത്സരമായിട്ടും ക്രിസ്മസ് ആക്കിയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻസ് തന്നെയാണോ സാധനം പർച്ചേസ് ചെയ്യാറ്? എന്താണ് ഗ്രീൻസിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം? എന്തെങ്കിലും ഇനി ടിപ്പിക്കലായിട്ടുള്ള എന്തെങ്കിലും ഓഫറൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നേരെ ഗ്രീൻസിലേക്ക് വന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടാറുണ്ടോ? മടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കിട്ടാതെ? അല്ല, കഴിഞ്ഞ എപ്പിസോഡിലൊരു നമ്മുടെ ഒരു കണ്ടസ്റ്റൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് ഗ്രീൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റാണല്ലേ? കറക്റ്റാണ്. ഈ വർഷത്തെ ഓഫേഴ്സൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? പലതിലും പകുതി വിലയും അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. ടിക്ടോക്ക് എന്ന് വെച്ചാൽ പ്യൂർലി ബേസ്ഡ് ഒരു ഫണ്ണി ബേസ്ഡ് ആക്ടിവിറ്റീസാണ്. ആദ്യം നമ്മൾ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻ്റ് ഫസ്റ്റ് ഒരു ഫണ്ണി ഗെയിമാണ്, നെക്സ്റ്റ് ഫണ്ണി ക്വസ്റ്റ്യൻ, അതിനുശേഷം ജനറൽ നോളജ്. അങ്ങനെ 3 സെഗ്മെൻറ്റാണ്. ആദ്യത്തെ 2 പറഞ്ഞാൽ മൂന്നാമത്തേതിലേക്ക് ആൻസർ ചെയ്ത് നമുക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ 2 വെച്ചിട്ട് ക്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നമുക്ക് 3 പോയിൻ്റ് ഒരു സമ്മാനം കിട്ടുകയും ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, കോൺഫിഡൻ്റ് ആണ്? ഓക്കെ, മൊബൈൽ ഉണ്ടല്ലോ കയ്യിൽ? ഉണ്ടല്ലോ. ഓക്കെ, ഒന്ന് മൊബൈൽ എടുക്കും. നമുക്ക് മൊബൈൽ ഇല്ലാത്ത ജീവിതം ഇല്ലല്ലോ അല്ലേ. വിത്തൗട്ട് മൊബൈൽ നമുക്ക് വളരെ ഇതായിരിക്കും. ഓക്കെ, ഒരുപാട് പേരുകൾ മൊബൈൽ നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. കോണ്ടാക്റ്റ് നോക്കണ്ട, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സീല് തുടങ്ങുന്ന ആദ്യം സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണ്? സീലാരോ? ഓക്കെ, നോ പ്രോബ്ലം. എസ്സിൽ കോണ്ടാക്റ്റിൽ ഫസ്റ്റ് സേവ് ചെയ്യുന്ന ആദ്യത്തെ പേരാണ്? ഷാന അല്ലേ? SHANA, ഷാന അല്ലേ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മൊബൈലിൽ എസ്സിൽ സേവ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പേര് ഏതാണെന്ന് ഒന്ന് നോക്കിയേ. ഉത്തരം സേവ് ചെയ്തത് ഷാനായിരിക്കും, കാരണം
ഇത് ഫോൺ മാറ്റിയില്ല ഇപ്പം. അപ്പം പഴയതൊക്കെ ഉണ്ട്, സേവ് ചെയ്തതല്ലത്, നോർമലി ഇല്ല തന്നത്. ഓക്കെ, ഇത് ഷാന തന്നെയാണോ സേവ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഇത് ഫോൺ മാറ്റിയിട്ടുണ്ട്, അപ്പോൾ സേവ് ചെയ്തത് ഷാനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സേവ് ചെയ്തിരിക്കുന്നത്, യെസ്, സേവ് ചെയ്തത് ഷാനയാണ് കേട്ടോ, കറക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഗെയിം ഒന്ന് ജമ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് എന്നത് ഫണ്ണി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദ്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടസ്റ്റിന്? അങ്ങനെ പങ്കെടുക്കാറില്ല. ഇല്ലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്നത് കാസർഗോഡ് നിന്നല്ലേ, രണ്ടുപേരും കാസർഗോഡ് നിന്നാണ് വരുന്നത്. കണ്ണൂരാണ് വീട്, കാസർഗോഡാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ദേശം ഒരുപാട് ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ദേശത്തിൻ്റെ പേരാണ് ഇപ്പോൾ കണ്ണൂർ ദേശം. ഓരോ ദേശത്തിൻ്റെ പേരാണ്. പണ്ടത്തെ ദേശമാണ്, അത് ജില്ലയും അതുപോലത്തെ മറ്റു പല രീതിയിലുള്ള പേരുകളിലൂടെ ഡെവലപ്പായിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എല്ലാ ദേശത്തിനും എല്ലാം ഇഷ്ടമാണ്. അപ്പം ഞാൻ താമസിക്കുന്ന ദേശം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നോർമലി. എൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഇതാണ്: ആർക്കും കൂടുതലായിട്ട് ഇഷ്ടമില്ലാത്ത ഒരു ദേശമുണ്ട്. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ദേശം. വളരെ സിമ്പിളാട്ടാ, ക്ലൂ തന്നാൽ വളരെ സിമ്പിളാണ്. ഫണ്ണി ക്വസ്റ്റ്യനാണ്. ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം. സാധാരണ ഉപ്പയും ഉമ്മയൊക്കെയാണ് ഈ ദേശത്തിൻ്റെ, അതാണ് ക്ലൂ. അടുത്ത് വരുന്നുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ, ഉപദേശം കേട്ടോ. ആർക്കും, അതാണ് ഞാൻ പറഞ്ഞത്, ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ കൂടുതൽ ഉപദേശിക്കുന്നത് ഉപ്പയും ഉമ്മയൊക്കെയാണ്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെടില്ല, മനസ്സിലല്ലേ? അപ്പോൾ ഉപദേശമാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ടിവിറ്റീസ് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സമ്മാനമുണ്ട്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന വളരെ നല്ലൊരു മനോഹരമായിട്ടൊരു സമ്മാനമാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ രണ്ടാമത്തെ സെഗ്മെൻറ്റിലെ കുസൃതി ചോദ്യത്തിന് ആൻസർ ചെയ്തു. രണ്ടാമത് മറ്റൊരു സമ്മാനം കൂടിയുണ്ട്, ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള സമ്മാനം. ഓക്കെ, അപ്പോൾ രണ്ട് സമ്മാനം. ഹാപ്പി അല്ലേ? സമ്മാനം കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ സമ്മാനം കിട്ടിയല്ലേ? ഹാപ്പി ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒരു സെഗ്മെൻറ്റ് കൂടി ജനറൽ നോളജിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചാണ്, നിങ്ങൾക്ക് സമ്മാനം തരണം എന്ന ഉദ്ദേശം കൊണ്ടാണ് ഇത് എഗെയിൻ വീണ്ടും ചോദിക്കുന്നത്. രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കാറില്ല? രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ? മന്ത്രിസഭ, ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഇത് ഒരു ഫണ്ണി പോലെ ചോദിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയണം? അറിയില്ല? ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ ക്വസ്റ്റ്യൻ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? അറിയില്ല. എക്സൈസ് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അറിയാം അല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽ അറിയാം. ഓക്കെ, അപ്പോൾ ജനറൽ നോളജ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഷഹദ അല്ലേ? ഷെഹസ. ഓക്കെ, ഷെഹസ മിസ്സായിരിക്കുകയാണ്. സോ നമുക്ക് പിന്നീട് എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള 3 പെൺകുട്ടികളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. പേര് പറയൂ. അനുനന്ദ, അതുല്യ, ദർശന. എന്താണ്? ദർശന. ഇപ്പോൾ ഏത് സ്കൂളാണ് പഠിക്കണോ? കാറ്റലിസ്റ്റിൽ. എവിടെയാ വീട്? വീട് അഞ്ചരക്കണ്ടി, ചെക്കിക്കുളം, കൊളച്ചേരി. ഓക്കെ, എന്താണ് ഇങ്ങനൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? എന്താ? CMA-നോട് താല്പര്യമുണ്ട്. സബ്ജക്റ്റിനോട് താല്പര്യം. എന്താണത്? പ്യൂർലി ബേസ്ഡ് ആയിട്ട് എന്ത് ബേസ്ഡ് ആണ് ഇത് സ്റ്റഡി ചെയ്യുന്നത് നിങ്ങൾ? അക്കൗണ്ടൻസി, കൊമേഴ്സ് ബേസ്ഡ്. കൊമേഴ്സ് ബേസ്ഡ്. ഓക്കെ, എന്തുകൊണ്ട് CA-ക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും പോയില്ല? പിന്നെ പൈസയും വേണം, പിന്നെ 5 കൊല്ലത്തെ കോഴ്സാണ്, ഇത് 3 കൊല്ലത്തെ കോഴ്സാണ്. വേണ്ടിക്കൽ നോക്കാമല്ലോ, ഇത് കഴിഞ്ഞിട്ട് നോക്കാമല്ലോ. 3 പേരും +2 കഴിഞ്ഞിട്ടാണ്? +2 എവിടെ പഠിച്ചത്? +2 അഞ്ചരക്കണ്ടി, ചെട്ടുകപ്പാറ സ്കൂൾ, മയിൽ സ്കൂൾ, മയിൽ. ഓക്കെ, അപ്പോൾ 3 പേര് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും സമ്മാനം തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിലാണ്. ടിക്ടോക്ക് സ്പോൺസർ ചെയ്യുന്നത് ഗ്രീൻസ് ആണ്. ഇപ്പോൾ ഗ്രീൻസിൽ സാധാരണ പർച്ചേസിനൊക്കെ ഗ്രീൻസിലാണ് വരാറ്. ഇവിടെ ഉള്ളപ്പോൾ ഗ്രീൻസിൽ വരാറ്. മുകളിൽ തന്നെയാണല്ലേ?
ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഗ്രീൻസ് പുതുവത്സരവും അതുപോലെ തന്നെ ക്രിസ്മസിനെല്ലാം ഒരുപാട് ഓഫേഴ്സൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ കിട്ടാതെ ഗ്രീൻസിൽ നമുക്ക് ലഭിക്കാതെ ഏതെങ്കിലും സാധനം പോയിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട് വന്നിട്ട് കിട്ടാതെ പോയി ഇല്ല? അങ്ങനെയൊന്നുമില്ല. ഇല്ല അങ്ങനെയില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ടിക്ടോക്കിൽ നിന്നാണ് വരുന്നത്. ടിക്ടോക്കിൽ ഈ ഒരു ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻറ്റിന് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ, ഫണ്ണി ഗെയിം, ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ്. അങ്ങനെയാണ്. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. അപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാം. ഫണ്ണി ആക്ടിവിറ്റി ഫണ്ണി ഗെയിം, ഫണ്ണി ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോടൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ഭാവിയിൽ അക്കൗണ്ടൻ്റ് ആ ലെവലിലാണല്ലേ? ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവുമല്ലോ അല്ലേ? ജോലി കിട്ടിയ സമയത്ത്, ജോലി കിട്ടാൻ പോകുന്ന സമയത്ത് നല്ല ഒരുപാട് ഡ്യൂട്ടീസൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആരും ഇഷ്ടപ്പെടാത്ത ഒരു തല. ആരും ഇഷ്ടപ്പെടാത്ത തലയോ? കൂടുതലായിട്ട് ആരും ഇഷ്ടപ്പെടാത്ത തലയാണ്. എന്തെങ്കിലും ക്ലൂ ക്ലൂ എന്നത് ഡ്യൂട്ടി ആയിട്ട് റിലേറ്റഡ് ആണ്. ആരും ഇഷ്ടപ്പെടാത്ത തല. ഞാൻ അതാണ് നിങ്ങളോട് ഡ്യൂട്ടീസിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരുപാട് ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ആ ചോദ്യം ചോദിച്ചത്. ആരും എന്നിട്ട് നേരെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ആരും ഇഷ്ടപ്പെടാത്ത തല. ഡ്യൂട്ടി തറുതല എന്നങ്ങനെ പറയും. അടുത്ത് വരുന്നുണ്ടോ? ഉത്തരവാദിത്വമൊക്കെ ആരും ഇഷ്ടപ്പെടാത്ത തല, ഉത്തരവാദിത്വം, ഡ്യൂട്ടി, ഇതൊക്കെ റിലേറ്റഡ് ആണ്. കൂടുതലാരും അങ്ങനെ ഒരു വലിയ ഈ സംഭവങ്ങൾ, ഈ തലയെ ഇഷ്ടപ്പെടാറില്ല. മറുതലയല്ല, ഏകദേശം അടുത്ത് വരുന്നുണ്ട്. കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ ആഗ്രഹമില്ല. അതൊരു തലയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന രീതിയിലൊക്കെ ഇതിനെ ഒരു ക്ലൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു വളരെ സിമ്പിളായിട്ട് മറ്റൊരു ക്ലൂ കൂടി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെയുള്ള വാക്കാണ്. തലയുടെ മുന്നിൽ ഒരു 2 വാക്കുകൾ കൂടി ചേർത്താൽ ഈ ഒരു ഫണ്ണി ആൻസർ ആവും. അടിപൊളി കേട്ടോ. ചുമതലയാണ് കേട്ടോ. ആരും ഇഷ്ടപ്പെടാത്ത. ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ അത് നിങ്ങളോട് ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് വന്നു. നിങ്ങൾ വലിയ ചുമതലയൊക്കെ ഏറ്റെടുക്കാനുള്ള ആൾക്കാരാണ്. അതാണ് ഞാൻ ഡ്യൂട്ടി എന്ന വേർഡ് ഉപയോഗിച്ചത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഡ്യൂട്ടീസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരെ ഡയറക്റ്റായിട്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് ഞാൻ ഇൻഡയറക്റ്റായിട്ട് എൻ്റെ ഫണ്ണി ക്വസ്റ്റ്യനിലേക്ക് പോയത്. ആരും ഇഷ്ടപ്പെടാത്ത തല. അത് ഡ്യൂട്ടിയെ റിലേറ്റ് ചെയ്തു. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഭാവിയിൽ ഒരുപാട് ചുമതലകൾ വഹിക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ അടിപൊളി. ഓക്കെ, എന്തായാലും ആൻസർ ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണോ? അപ്പോൾ ഇപ്പോൾ എന്തായാലും അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. അടുത്തത് ജനറൽ നോളജാണ്. ജനറൽ നോളജ് നമുക്ക് അത്യാവശ്യം ജനറൽ നോളജ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കാറുണ്ടോ? സമ്മാനങ്ങൾ നേടാറുണ്ടല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. ജനറൽ നോളജ്. കേരളത്തിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശമുണ്ട്. ഏതാണ്? യെസ്, കറക്റ്റ് ആൻസറാണ്. മാഹി, പുതുച്ചേരി ഒക്കെയാണ് കേരളത്തിലെ കേന്ദ്രഭരണ പ്രദേശം.
അപ്പോൾ കണ്ടോ വളരെ ജീനിയസ് ആണ്, അതിലൊരു സംശയം ഉണ്ടായില്ല. അടിപൊളിയായിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൻസറൊക്കെ പറഞ്ഞു. ഓക്കെ, എന്ത് തന്നെ 2 സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു, 2 സെഗ്മെൻറ്റ് സമ്മാനമുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സമ്മാനം നമുക്ക് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന വളരെ മനോഹരമായൊരു സമ്മാനമാണ്. നമ്മുടെ വളരെ മനോഹരമായിട്ടുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ആദ്യത്തെ സമ്മാനം. ഓക്കെ, 2 കൈ കൊണ്ട് സ്വീകരിച്ചോളൂ. 2 പേര് ഓടിപ്പോയല്ലോ അല്ലേ? അവരോട് പറഞ്ഞേ കേട്ടോ, നല്ല സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞേക്ക്. അടുത്തത് വീണ്ടും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായ മറ്റൊരു സമ്മാനമാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, എന്തായാലും ഓടിപ്പോയവർക്ക് ഒരു നഷ്ടം ഉണ്ടാവും. അവർക്ക് ഇതൊന്നും കൊടുക്കരുത് കേട്ടോ, കിറ്റ്കാറ്റ് അതിനകത്തുള്ള സാധനം ഒന്നും കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ എവിടെയും വെച്ച് കാണാം. യെസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ പുതുവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പകുതി വില, അതുപോലെ തന്നെ ഇത്ര പെർസെൻറ്റേജൊക്കെ വിലയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും നമ്മുടെ ഈ പരിപാടിയൊക്കെ കാണുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് മറ്റൊരു പ്രത്യേകത, 2 കണ്ടസ്റ്റൻ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പങ്കെടുത്ത 2 കണ്ടസ്റ്റൻ്റ് പറഞ്ഞു ഒരു സാധനം പോലും നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ മിസ് ആവാറില്ല. എന്ത് സാധനം പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വിവരം വളരെ ഹാപ്പി ന്യൂസാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രീൻസിലേക്ക് വരിക. ഗ്രീൻസിൽ എല്ലാ ഷോറൂംസിലും എല്ലാ തരത്തിലുള്ള പുതുവത്സരം അതുപോലെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. മറ്റൊരു ഗ്രീൻസിൻ്റെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് വെച്ച് കാണാം. ഇറ്റ്സ് മീ അനിലേഷ് ആർഷ.